ന്യൂസ് ടെൻസ് തുടരുകയാണ്. നിവിൻ പോളിക്കെതിരായ പീഡന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടില്ല എന്ന് എസ്.പി. പൂങ്കുഴലി. കൊച്ചിയിൽ പ്രത്യേക സംഘത്തിന്റെ യോഗം ചേരുമെന്നും പൂങ്കുഴലി പറഞ്ഞു. മാഡം, ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം വല്ലതും നടക്കുന്നുണ്ട്? മാഡം, നിവിൻ പോളിയുടെ ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല. നിവിൻ പോളിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിക്കാരി. നിവിൻ പറയുന്നത് പച്ചക്കള്ളം എന്നാണ് യുവതി വ്യക്തമാക്കിയത്. പരാതിക്കാരി ഇപ്പോൾ തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാഡം, താങ്കളുടെ പേരടക്കം പറയുന്നതിന് പരിമിതിയുണ്ട്, കാരണം താങ്കൾ ഒരു പരാതിക്കാരിയാണ്. എന്തുകൊണ്ടാണ് ഈ നിവിൻ പറയുന്നത് എല്ലാം പച്ചക്കള്ളം? ഇന്നലെയാണല്ലോ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടത്. എന്തൊക്കെ കള്ളങ്ങളാണ് നിവിൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽ? കാരണം ഞാൻ ഫസ്റ്റ് പരാതി കൊടുത്തത് ജൂണിലായിരുന്നു. ഇതൊരു കള്ളപ്പരാതി ആയിരുന്നെങ്കിൽ അന്നേ വന്ന് പുള്ളിക്ക് ഇതുപോലെ മാധ്യമങ്ങളെ കണ്ട് ഇതിനുള്ള ഇത് പറയാമായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പരാതി കൊടുത്തപ്പോഴാണ് വീണ്ടും പുള്ളി ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞത്. അതായത് ആദ്യം പരാതി നൽകിയത് ജൂണിലായിരുന്നു. ജൂണില് രണ്ടാമത്തെ പരാതി നൽകിയത് എപ്പോഴാണ്? എനിക്ക് ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് അതിന് യാതൊരു രണ്ടാമത്തെ പരാതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്പെഷ്യൽ ടീമിന് ഞാൻ പോയി കൊടുത്തത്. പറഞ്ഞോളൂ, ആദ്യത്തെ പരാതി നൽകിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ആദ്യത്തെ പരാതി നൽകിയപ്പോൾ എന്നോട് ഞാൻ അത് ഹർഷിത മേഡത്തിന് മെയിൽ അയക്കുകയായിരുന്നു. അത് ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലോട്ട് ഫോർവേഡ് ചെയ്തു. പക്ഷെ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ നമുക്ക് യാതൊരുവിധ മുൻപോട്ടുള്ള നല്ലൊരു തീരുമാനമല്ല കിട്ടിയത്. അവർ പറഞ്ഞത് ദുബായിൽ നടന്നതായതുകൊണ്ട് തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇതിന് പ്രത്യേകിച്ചൊന്നും തരാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് നമ്മളോട് പറഞ്ഞത്. രണ്ടാമത്തെ പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണല്ലോ നൽകിയത്. അതെ, അതെ. ഈ രണ്ടാമത്തെ പരാതി നൽകിയതിന് ശേഷം ഈ പ്രത്യേക സമിതിയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള അന്വേഷണം നടന്നോ? ഇല്ല, ഞങ്ങൾ രണ്ടാമത്തെ പരാതി കൊടുത്തതിന് ശേഷം ഇന്നലെയാണ് നമുക്ക് ഇവിടുത്തെ ഊന്നുകൽ സ്റ്റേഷനിൽ FIR രജിസ്റ്റർഡ് ആയെന്നും പറഞ്ഞൊരു മെസ്സേജ് വന്നത്. ഞങ്ങൾ ശനിയാഴ്ചയാണ് കൊടുത്തത്. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് വേറെ നമ്മുടെ അടുത്ത് അന്വേഷണമായിട്ടൊന്നും വന്നിട്ടില്ല. ഈ ആദ്യത്തെ അതേ പരാതി തന്നെയാണോ രണ്ടാമത്തെ പരാതിയും? കാരണം ആദ്യം ഞാൻ ചുരുക്കത്തിലാണ് കൊടുത്തത്. അത് കാരണം ഞാൻ ഇതൊരു പരാതി കൊടുത്തൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ എന്നെ ഉപദ്രവിച്ചു എന്ന്, ശാരീരികമായി ഉപദ്രവിച്ചു എന്നും അല്ലാതെ തല്ലി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിരുന്നു. ആ ഉപദ്രവിച്ചു എന്നുള്ളത് ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിരുന്നു. എനിക്ക് ശാരീരിക പീഡനം ഉണ്ടായി എന്ന് ഞാൻ സർക്കിളിന് മൊഴി കൊടുക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അത് കേൾക്കാനോ അത് ആ മൊഴിയിൽ എഴുതാനോ അവർ തയ്യാറായില്ല. താങ്കൾ ആദ്യമേ പറഞ്ഞത് ഈ ഹർഷിത അട്ടല്ലൂരിക്ക് പരാതി നൽകിയെന്നല്ലേ? അതായത് ഞാൻ മേഡത്തിന് മെയിൽ ചെയ്തു. ഹർഷിത അട്ടല്ലൂരിക്ക് മെയിൽ ചെയ്യുന്നു ജൂൺ മാസം. ആ പരാതി പിന്നീട് ലോക്കൽ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ പോലീസ് മേഡത്തെ വിളിപ്പിച്ചു അല്ലേ? അതെ മേഡം, ഒരു ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ താങ്കളോടൊപ്പം തന്നെയാണ് ന്യൂസ് 18. ആ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ നിവിൻ പോളി പറഞ്ഞത് നേരത്തെ മർദ്ദിച്ചു എന്നതായിരുന്നു പരാതിയെങ്കിൽ ഇപ്പോൾ അത് കൂട്ടബലാത്സംഗമായി മാറുന്നു. അതാണ് ഈ പരാതി വ്യാജമാണ് എന്ന് നിവിൻ പോളി സ്ഥാപിച്ചെടുക്കുന്നത്. എന്തുകൊണ്ടാണ് അന്ന് താങ്കൾ ഈ ബലാത്സംഗം പോലെയുള്ള ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പരാതി നൽകാതിരുന്നത്? കാരണം എനിക്ക് ഒരു പരാതി എഴുതാനുള്ള എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ശാരീരിക ഉപദ്രവം എന്ന് എഴുതിയത് ഈ പീഡനമാണ്. പക്ഷെ പീഡനമെന്ന് നമുക്ക് പുറമെ എഴുതി വിടാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത് മൊഴിയിൽ സർക്കിളിന്റെ അടുത്ത് മൊഴിയിൽ പറഞ്ഞു എനിക്ക് പീഡിപ്പിച്ചു എന്ന് ഞാൻ മൊഴിയിൽ കൊടുത്തതാണ്. പക്ഷെ അവർ ആ മൊഴിയിൽ റിപ്പോർട്ട് ചെയ്തില്ല. ശാരീരിക ഉപദ്രവം, എന്നെ തല്ലിയെന്നും ശരീരത്തിൽ അടിച്ചു എന്നും മർദ്ദിച്ചു എന്നും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സെയിം അതൊന്നും കൂടി കൂടുതൽ വിശദീകരിച്ച് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ കൂടുതൽ വിശദീകരിച്ച് എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പോഴെങ്ങനെയാണ് അതായത് ഈ കാര്യങ്ങൾ, അതായത് ഈ പീഡനത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു പരാതി ലഭിക്കുവാനുള്ള ഒരു ആർജവം ഉണ്ടായത്?
കാരണം ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് യാതൊരു നല്ല ഒരു നിയമ നടപടി കിട്ടിയില്ല. അപ്പോഴാണ് ഈ ഹേമ കമ്മിറ്റി വന്നതും ഈ സ്പെഷ്യൽ ടീമിനെ കുറിച്ച് ഞാൻ അറിയാനുണ്ടായത്. അപ്പം നമുക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടും, നിയമ നടപടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്. നിവിൻ പോളി ഇന്നലെ പറഞ്ഞത് ഇതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്, ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകണം എന്നുള്ളതാണ്. അതായത് താങ്കളുടെ ഈ പരാതിക്ക് പിന്നിലൊക്കെ ചിലരുണ്ട് എന്നാണ്. താങ്കൾ ഒറ്റയ്ക്കാണോ? എന്റെ പരാതിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. ഇത് വേറെ ആരോടും ഞാൻ ഗൂഢാലോചന ചെയ്ത് നടത്തിയതല്ല. പിന്നെ നിവിൻ പോളിയാണ് ഒരു ഗ്യാങ്. ഞാൻ ആ ഗ്യാങ്ങിൽ കൂടാഞ്ഞത് കൊണ്ടാണ്, ആ സംഘത്തിൽ ചേരാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ നിവിൻ പോളി തർക്കിച്ചത് എന്റെ യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നുള്ളതാണ്. കാരണം എന്റെ തെളിവുകൾ ഒരു ഫോൺ ആയിരുന്നു. ആ ഫോൺ അവരുടെ കയ്യിലാണ്, നിവിൻ പോളിയുടെ കയ്യിലാണ്, ആ ഗ്യാങ്ങിന്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ടാണ് 100% തെളിവുകളൊന്നും ഇല്ല എന്ന് നിവിൻ പോളി തർക്കിക്കുന്നത് പറഞ്ഞു. പക്ഷേ അങ്ങനെ തർക്കിച്ചാൽ പോലും ഇതൊരു സൂപ്പർമാളി, ഇത് എവിടെ വെച്ചാണ് താങ്കൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടത്? ഞാൻ ദുബായിൽ വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് നിവിൻ പോളിയും ഒപ്പം താങ്കൾ ഉന്നയിക്കുന്ന ഈ ആളുകളുമൊക്കെ അവിടെയുണ്ട് എങ്കിൽ ഈ അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പാസ്പോർട്ട് അടക്കം ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. അതെ, അതുകൊണ്ടിപ്പോൾ താങ്കളുടെ ഫോൺ അതാണ് ഞങ്ങളുടെ ലോക്കൽ സ്റ്റേഷനോട് നമ്മളുടെ തെളിവുകൾ ഇപ്പൊ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞോളൂ. നമ്മൾക്ക് തെളിവുകൾ കേരള പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ദുബായിൽ നടന്ന സംഭവത്തിന് ദുബായിലാണ് കേസ് കൊടുക്കേണ്ടത്, ഇവിടെയല്ല, ഞങ്ങൾക്ക് അതൊന്നും അന്വേഷിക്കാനുള്ള ടൈമില്ല എന്നാണ് നമ്മുടെ ലോക്കൽ സ്റ്റേഷനിലുള്ള നമുക്ക് കിട്ടിയ നമ്മളോട് പറഞ്ഞത്. ഹണി ട്രാപ്പ് ദമ്പതികളാണ്. അത് എനിക്ക് പേര് കറക്റ്റ് അറിയത്തില്ല, പുതുതായിട്ട് വന്ന ഒരാളായിരുന്നു. ഞാൻ ആദ്യം കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ വേറെ സർക്കിളായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സർക്കിൾ ചേഞ്ച് ആയിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് വേറെ സർക്കിൾ വന്നത്. പേര് കറക്റ്റ് എനിക്ക് അറിയില്ല. അതായത് നിങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണ് എന്ന് പോലീസ് ആക്ഷേപിച്ചു? പോലീസല്ല, ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം ഈ നിവിൻ പോളി അടക്കമുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയ വഴി നമ്മളെ വ്യാജ പ്രചാരണത്തിലുള്ള നമ്മളെ നാറ്റിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണ്, വമ്പന്മാരെ വല വീശി പിടിക്കാനായിട്ട് നടക്കുകയെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇത് വന്നിരുന്നു. ഞങ്ങൾ അതും കൊണ്ട് ഞങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അതിനും തെളിവുകളൊന്നും ഇല്ല എന്നും പറഞ്ഞ് അവർ നമ്മളെ ഉഴപ്പി വിടുകയാണ് ചെയ്തത്. ഈ ഫോൺ ആരാണ് പിടിച്ചു വാങ്ങിയത്? ഈ നിവിൻ പോളി ഗ്യാങ് ആണ്. അന്ന് ഇവരെന്നെ റൂമിൽ 3 ദിവസം ലോക്ക് ചെയ്തിട്ടപ്പോൾ എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നത്, ഇവരോട് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയോട് ചാറ്റ് ചെയ്തതും മെസ്സേജും ഇവരുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോകളും ഒക്കെ ഉള്ളത് ആ ഫോണിലായിരുന്നു. ആ ഫോൺ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്ന സമയത്ത് എനിക്ക് അതൊന്നും എടുത്തുകൊണ്ട് അവരെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങ് പോന്നു. എന്റെ ഒരു ഫോൺ അവരുടെ കയ്യിലാണ്.